മംഗളസ്തുതിവാദ്യഘോഷത്തോടും ഇവരമരുളമ്മ നമോ സ്തുതേജയ ശ്രീഭദ്രകാളിയമ്മ നമോ സ്തുതേജയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടാങ്ങൽ പടയണിയുടെ മൂന്നാമത്തെ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് കോട്ടാങ്ങൽ പടയണിയുടെ അവസാന ദിവസമാണ്. മഹാഘോഷയാത്രയും വലിയ പടയണിയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഗണപതി കോലവും രണ്ടാമത്തെ വീഡിയോയിൽ അടവിയും പള്ളിപ്പാന എന്നീ ചടങ്ങുകളും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർ ദയവായി അതുകൂടി കാണുക. കോട്ടാങ്ങൽ പടയണിയുടെ ഏതാണ്ട് പൂർണ്ണമായ വിവരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതിൻ്റെ ചടങ്ങുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ആ രണ്ട് വീഡിയോകൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോകൾ കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയിലുള്ള പോലെ തന്നെ നമുക്ക് കോട്ടാങ്ങൽ പടയണിയുടെ ചെറിയൊരു ചരിത്രവും അതിൻ്റെ ചടങ്ങുകളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വീഡിയോയും ആരംഭിക്കാം. കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി. വിളവെടുപ്പിനോട് അനുബന്ധിച്ചാണ് പ്രധാനമായും ഇത് നടത്തി വന്നിരുന്നത്. കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, വായ്പാട്ട് തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറയുന്നതാണ് ഇതിൻ്റെ അവതരണ രീതി. പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലുമാണ് പടയണി നടത്തപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ തെയ്യം എന്ന പോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട അനുഷ്ഠാന കലയാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ പടയണി ആഘോഷങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കോട്ടാങ്ങൽ പടയണി. തപ്പിൻ്റെ താളത്തിൽ പടയണിശീലുകളുടെ ഈണത്തിൽ കോലങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ ഒരു ഗ്രാമം അതിൻ്റെ തനിമ നിലനിർത്തുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോട്ടാങ്ങൽ പടയണി. ധനുമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ മകരമാസത്തിലെ ഭരണി നക്ഷത്രം വരെ 28 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷമാണ് പടയണി. ഈ കോട്ടാങ്ങൽ പടയണിയിൽ കോട്ടാങ്ങൽ, കുളത്തൂർ എന്നീ രണ്ട് കരകളാണ് പടയണി അവതരിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പ്രദേശങ്ങൾ കോട്ടാങ്ങൽ കരയായും പടിഞ്ഞാറ് വശത്തുള്ള പ്രദേശങ്ങൾ കുളത്തൂർ കരയായും അറിയപ്പെടുന്നു. ഈ വർഷത്തെ കോട്ടാങ്ങൽ പടയണിയുടെ അവസാന ദിവസമായ ഇന്ന് നടന്ന മഹാഘോഷയാത്രയും അതുപോലെ തന്നെ ദേവിക്ക് മുന്നിലുള്ള വേലകളിയുമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് പടയണി കളത്തിലേക്കാണ്. അവിടെ നടക്കുന്ന ചടങ്ങുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മകരമാസത്തിലെ അശ്വതി നാളിലാണ് കോട്ടാങ്ങൽ വലിയ പടയണി നടക്കുക. മഹാഘോഷയാത്രയും വേലകളിയും കാപ്പൊലിയും മഹാഭൈരവിക്കോലവും കാലൻകോലവും എല്ലാം ചേർന്ന് പടയണി അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അന്നാണ്. വൈകുന്നേരത്തെ മഹാഘോഷയാത്രയുടെ അകമ്പടിയിൽ നൂറുകണക്കിന് ബാലന്മാർ അണിനിരക്കുന്ന വേലയും വിളക്കും ഉണ്ട്. അതിനുശേഷം രാത്രിയിൽ ആഘോഷമായ കാപ്പൊലിയോടുകൂടി വലിയ പടയണി ആരംഭിക്കുന്നു. തുടർന്ന് ദേവിയുടെ പ്രതിരൂപമായ ഏറ്റവും വലിയ 101 പാള മഹാഭൈരവി കോലം കളത്തിലെത്തുന്നു. അതിനുശേഷം 64, 32, 16 എണ്ണം പാളകളിൽ തീർത്ത ഭൈരവി കോലങ്ങളും അന്തരയക്ഷി, സുന്ദരയക്ഷി, മായയക്ഷി, അരക്കിയക്ഷി, പക്ഷി, കൂട്ടമറുത തുടങ്ങിയ മറ്റു കോലങ്ങളും പരദേശി, അമ്മൂമ്മ എന്നിങ്ങനെയുള്ള വിനോദങ്ങളും നിറഞ്ഞാടുന്നു.
പുലർച്ചെ 4 മണിയോടെ മൃത്യുഞ്ജയ ഹോമത്തിന് തുല്യമായ കാലൻ കോലം കളത്തിലെത്തുന്നു. മാർക്കണ്ഡേയ ചരിതമാണ് കാലൻ കോലത്തിൻ്റെ ഇതിവൃത്തം. വലത് കൈയിൽ വാളും ഇടത് കൈയിൽ പാശവും പന്തവുമേന്തിയ കാലൻ കോലം 1.5 മണിക്കൂറോളം കളം നിറഞ്ഞു തുള്ളുന്നു. കാലൻ കോലം കണ്ടു തൊഴുത് മരണഭയത്തിൽ നിന്നും രക്ഷയേകുന്നു. തുടർന്ന് പിഴവുകളെല്ലാം പുറത്തുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മംഗളഭൈരവി കോലം തുള്ളിയൊഴിയുന്നതോടെ പടയണിക്ക് സമാപനമാകുന്നു. പടയണിയുടെ ഐതിഹ്യം ഭദ്രകാളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അസുര ചക്രവർത്തിയായ ദാരികനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യകഥ. അസുര ചക്രവർത്തിയായ ദാരികനെ അടക്കി നിർത്താൻ കഴിയാതെ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവഭഗവാനെ അഭയം പ്രാപിച്ചു. ദാരിക നിഗ്രഹത്തിന് ഭദ്രകാളിയെ നിയോഗിക്കാൻ ശിവൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത മൃത്യുഞ്ജയ മന്ത്രമായിരുന്നു അസുര രാജാവായിരുന്ന ദാരികൻ്റെ അജയ്യതയ്ക്ക് കാരണം. ഇത് ദാരിക പത്നി ദാരികൻ യുദ്ധത്തിലേർപ്പെടുന്ന സമയങ്ങളിൽ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുന്നതിനാലായിരുന്നു ദാരികനെ വധിക്കാൻ ആർക്കുമാകാത്തത്. ദാരികനുമായി യുദ്ധത്തിലേർപ്പെട്ട ഭദ്രകാളിക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ആദ്യം കഴിഞ്ഞില്ല. മൃത്യുഞ്ജയ മന്ത്രം മറ്റൊരാൾക്ക് ദാരികൻ്റെ ഭാര്യ ഉപദേശിച്ചു കൊടുത്താൽ മാത്രമേ അതിൻ്റെ ശക്തി നശിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് അസുര രാജാവിനോട് പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ ശിവപത്നി ശ്രീപാർവതി ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിലെത്തി പരിചാരക ചമഞ്ഞ് മൃത്യുഞ്ജയ മന്ത്രം ദാരികൻ്റെ പത്നിയിൽ നിന്ന് സ്വായത്തമാക്കി. അതോടെ ദാരികനെ തോൽപ്പിക്കാൻ ഭദ്രകാളിക്ക് കഴിഞ്ഞു. പാതാളത്തിൽ അഭയം തേടിയ ദാരികൻ്റെ തലയെറുത്ത് രക്തത്തിൽ കുളിച്ചു നിന്ന കാളിക്ക് കോപമടങ്ങിയില്ല. അതുണ്ടാക്കാമായിരുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയ ശിവൻ അവർക്ക് വഴിയിൽ കിടന്ന മാർഗതടസ്സം സൃഷ്ടിച്ചു. അതിനും കാളിയെ തടയാനായില്ല. പിന്നീട് ശ്രീമുരുകനെ കാളിയെ അടക്കി നിർത്താൻ ശിവൻ നിയോഗിച്ചു. മുരുകനും അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഒരിടത്തും പഠിക്കാത്തതും അപ്പോൾ തോന്നിയതുമായ ഒരു വിദ്യ പ്രയോഗിക്കാൻ ശ്രീമുരുകൻ നിശ്ചയിച്ചു. അതനുസരിച്ച് പ്രകൃതിയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും കൈയെത്തിയെടുത്ത പച്ചിലച്ചാറ്, ചെഞ്ചാറ്, മഞ്ഞൾ, കരിക്കട്ടകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കൂട്ടുകളാൽ കമുകിൻ പാളകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചു പിടിച്ച് രൗദ്രരൂപിണിയായ കാളിയുടെ മുന്നിൽ തുള്ളുകയുണ്ടായി. കോലം കെട്ടിയുള്ള ഈ തുള്ളൽ നടത്തിയത് ശിവന്റെ ഭൂതഗണങ്ങളായ നന്ദികേശൻ, രുരു, കുണ്ഠോദർ തുടങ്ങിയവരാണെന്നും ഐതിഹ്യമുണ്ട്. ശ്രീമുരുകന്റെ മെയ്യിലെയും ശിരസിലെയും കോലങ്ങൾ കണ്ട ഭദ്രകാളി അത്ഭുതം കൂറുകയും ശ്രദ്ധ അതിൽ ഏകാഗ്രമാകയാൽ ക്രമേണ കലി അടങ്ങുകയും കോപം ആറിത്തണുക്കുകയും ചെയ്തു. ഇതിനെ അനുസ്മരിച്ചാണ് പടയണി കോലങ്ങൾ കെട്ടുന്നതെന്നാണ് ഐതിഹ്യം. പടയണിക്ക് പലതരത്തിലുള്ള കോലങ്ങളാണ് കെട്ടിത്തുള്ളുക. കമുകിൻ പാള ഭംഗിയോടെ മുറിച്ച് നിയതവും നിശ്ചിതവുമായ ആകൃതിയിൽ ചെത്തിയെടുത്ത് പച്ച ഈർക്കിൽ കൊണ്ട് കൂട്ടി യോജിപ്പിച്ച് ഭംഗിയോടെ മുറിച്ചെടുത്ത കുരുത്തോലയും കമുകിൻ പൂക്കലയും പൂമാലകളും കൊണ്ട് അലങ്കരിച്ച് ചെങ്കല്ല്, കരി, മഞ്ഞൾ എന്നിവ കൊണ്ട് ചായക്കൂട്ടുകൾ ഉണ്ടാക്കി ആ നിറക്കൂട്ടുകളാൽ കലാകാരന്മാർ വേണ്ട രൂപങ്ങൾ അവയിലെഴുതുന്നു. ഈ കോലങ്ങൾ തുള്ളൽ കലാകാരന്മാർ തലയിലേറ്റി ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. പടയണിക്കോലങ്ങൾക്കൊപ്പം പരദേശി, അമ്മൂമ്മ, കാക്കാലനും കാക്കാലത്തിമാരും തുടങ്ങിയ വിനോദങ്ങളും കളത്തിൽ നിറഞ്ഞാടുന്നു. കാഴ്ചക്കാരിലെ ചിരി പടർത്തുന്ന വളരെ രസകരമായ സംഭാഷണങ്ങളോടുകൂടിയ അവതരണങ്ങളാണ് ഈ വിനോദങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ചൂട്ടുകറ്റകൾ തെളിക്കുന്ന വെളിച്ചത്തിൽ ആർപ്പുവിളികളോടെയാണ് ഓരോ കോലങ്ങളെയും കളത്തിലേക്ക് എഴുന്നള്ളിക്കുക. ആ വരവ് തന്നെ ഒന്ന് കാണേണ്ടതാണ്. കളത്തിലെത്തിക്കഴിയുമ്പോൾ അവിടെ എരിയുന്ന ആഴിയുടെ വെളിച്ചത്തിൽ ഈ കോലങ്ങൾ ആ കളം നിറഞ്ഞാടുന്നു. തപ്പിൻ്റെയും വായ്ത്താരിയുടെയും താളത്തിനൊപ്പിച്ചുള്ള ആ കോലം തുള്ളൽ കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ സന്തോഷവും അത്ഭുതവും ജനിപ്പിക്കും. തിരുമേനിയും നിന്റെ ഇച്ചക്കളികളോ കാണാകണോ വാച്ചല്ലോ തിരുമേനിയും നിന്റെ
ശങ്കരൻ പണ്ടൊരു മങ്കരി വേഷം കൊണ്ടേ ശങ്കരിയൊരിതാനോ വന്നു വിളി വഴിയോ അരണ്യം തന്നിലേറി യാരോമൽ കാന്തയോടെ പാരംകുതൂഹമോടെ വാഴുന്ന കാലത്തിങ്കൽ പാരംകുതൂഹമോടെ വാഴുന്ന കാലത്തിങ്കൽ
കൂടൻ വന്ന പക്ഷിമാകെ ഇരുവേലി മണന്തരാവേ ഇവരെയോ തിരുമൊഴിയാം ചൊല്ലേറും കോട്ടാമേ ദേവിയെ കൈതൊഴുന്നേ ഒടുവിൽ വലം കൈയിൽ വാളും ഇടം കൈയിൽ പാശവും പന്തവുമേന്തി കാലൻ കോലം വരികയായി. ഈ പടയണിക്കാലത്തിൻ്റെ അവസാനത്തെ കോലങ്ങളിൽ ഒന്നാണ് ഈ കാലൻ കോലം. 1.5 മണിക്കൂറോളം കളം നിറഞ്ഞു തുള്ളുന്ന കാലൻ കോലം കണ്ടു തൊഴുത് മരണഭയത്തിൽ നിന്നും ഭക്തർ രക്ഷ നേടുന്നു. ചൂടൻ തമ്പുരാന്റെ ഓത്തെഴുത്തു വേദശാസ്ത്രമെന്നിത്യാദി വിദ്യകൾ അവനു 12 വയസ്സോ ബാലനോർക്കിലോ അകമരിങ്കനന്ദനേന്ദ്രനതിനു ചിന്തയാ കുന്നു കണക്കൊത്ത മുല രണ്ടും എറിഞ്ഞു വീശി മുത്തി വലത്തേതിൽ വടി പിന്നെ മുറവും ചൂലും ഹരിശം സഹിക്കേരു തഞ്ഞ പെണ്ണേ ആചാരമല്ലമ്മോ ചെയ്തവാറേ ഹരിശം സഹിക്കേരു തഞ്ഞ പെണ്ണേ കരളെ പറിച്ചു നീണത്തെയുൺമുടിമേൽ നിന്നേ ജയ ശാന്തൻ മാറുക വന്നേ ജയ കൊടുമുടിമേൽ നിന്നേ ജയ ശാന്തൻ മാറുക വന്നേ ജയ മാലാമേൽ നിന്നേ ജയ ഓരോരോ വായു ജയ ശൂലമേറ്റുമൃതി കാലനങ്ങു ഭവിക്കയാൽ
കാലമൊട്ടധിക മൂഴിയിൽ മനുജജാതി ജീവഗണമൊക്കെയും അതിനിയും താമസിക്കേണ്ടതെല്ലും നിൻ കാലനാണ് തരികയെ താമസിച്ചിരുന്നാൽ കാലാ ഞാൻ കൊണ്ടുപോകും തവ കരബലമിന്നൊന്നു കണ്ടിട വേണം കാലൻ കോലം ആടിത്തീരുമ്പോഴേക്കും അരങ്ങിലേക്ക് പിഴകളെല്ലാം പുറത്തുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മംഗളഭൈരവിക്കോലം എത്തുകയായി. 28 ദിവസം നീണ്ടുനിന്ന ഒരു ഗ്രാമത്തിൻ്റെ ആഘോഷം, അത് നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ നേർചിത്രം കൂടിയാകുമ്പോൾ ആ 28 ദിവസത്തെ അവരുടെ അനുഷ്ഠാനങ്ങളുടെ അവസാനത്തെ ദിവസം, അവസാനത്തെ ചടങ്ങ് അറ്റം കൂടാതെ മറ്റു പലവിധ കുറ്റം ചെയ്തടിയങ്ങളെന്നാകിലും പെറ്റമ്മമാർഗിടാങ്ങൾ ചെയ്യും ഓരോ കുറ്റമൊക്കെ ക്ഷമിക്കുന്നതുപോലെ പെറ്റമ്മമാർഗിടാങ്ങൾ ചെയ്യും ഓരോ കുറ്റമൊക്കെ ക്ഷമിക്കുന്നതുപോലെ കുറ്റമൊക്കെ ക്ഷമിച്ചടിയങ്ങളെ കുറ്റമാതാവു കാത്തുരക്ഷിക്കണേ കുറ്റമൊക്കെ ക്ഷമിച്ചടിയങ്ങളെ കുറ്റമാതാവു കാത്തുരക്ഷിക്കണേ സർവപാപങ്ങളും പോക്കി ഞങ്ങളെ സർവനന്ദനി പാലിച്ചു കൊള്ളണേ സർവപാപങ്ങളും പോക്കി ഞങ്ങളെ സർവനന്ദിനി പാലിച്ചു കൊള്ളണേ മറയുമതിസാരം വിഷുചിക ഘോരമായ വസൂരി പണികളും മറയുമതിസാരം വിഷുചിക ഘോരമായ വസൂരി പണികളും ദൂര നീക്കിയനുഗ്രഹിച്ചിടണേ നാരികാരെ നമസ്തേ നമോസ്തുതേ ദൂരെ നീക്കിയനുഗ്രഹിച്ചിടണേ കാരികാരി നമസ്തേ നമോസ്തുതേ എന്നിവിടേക്കു വന്നുള്ള ദേവത വൃന്ദമെല്ലാരും ദേവിയെ വന്ദിച്ച് ഇന്നിവിടേക്കു വന്നുള്ള ദേവത വൃന്ദമെല്ലാരും ദേവിയെ വന്ദിച്ച് മംഗളസ്തുതി വാദ്യഘോഷത്തോടും നിങ്ങളുടെ രൂപവും കണ്ടു മോദിന മംഗളസ്തുതി വാദ്യഘോഷത്തോടും നിങ്ങളുടെ രൂപവും കണ്ടു മോദന ഞങ്ങളെയുമനുഗ്രഹിച്ചൻപോടു തങ്ങൾ വസിക്കും സ്ഥലങ്ങളിൽ ഞങ്ങളെയും അനുഗ്രഹിച്ചൻപോടു തങ്ങൾ വസിക്കും സ്ഥലങ്ങളിൽ എന്നു വാഴായി നീമേൽ മനുഷ്യരോ ഒന്നും പീഡകൾ ചെയ്യാതെ വാഴുക എന്നു വാഴയിലെ മനുഷ്യരോ ഒന്നും പീഡകൾ ചെയ്യാതെ വാഴുക തിരുവടിയായ ഹരനോട് ഒന്നു നിങ്ങളപേക്ഷിക്ക വേണമേ എന്റെ രൂപടിയായ ഹരനോട് ഒന്നു നിങ്ങൾ
ഞങ്ങളപേക്ഷിക്ക വേണമേ. ഇങ്ങനെയുള്ള നാടകം ചൊല്ലോർക്ക് ഒന്നും ആപത്തൊരിക്കലും പാറ്റാതെ ഇങ്ങനെയുള്ള നാടകം ചൊല്ലോർക്ക് ഒന്നും ആപത്തൊരിക്കലും പാറ്റാതെ തിരുവടിയായ ഹരനുടെ കൺകടലിനായെപ്പോഴും പോകും നീൻ തന്തിരുവടിയായ ഹരനുടെ കൺകാഴലിനായെപ്പോഴും കൂക്കുന്നേ. താൻ തിരുവടിയായ ഹരനുടെ കൺകടലിനായെപ്പോഴും പോകും നീൻ തന്തിരുവടിയായ ഹരനുടെ കൺകാഴലിനായെപ്പോഴും കൂക്കുന്നേ. ജയ ഭഗവതി നമോസ്തുതേ ജയ നിർവൃതി നാശിനി നമോസ്തുതേ ജയ 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 ഭഗവതി നമോസ്തുതേ ജയ നിർവൃതി നാശിനി നമോസ്തുതേ ജയ ഹരേ ഭഗവതി നമോസ്തുതേ ജയ ഭദ്രവരായണി നമോസ്തുതേ ജയ ഭദ്രേ ഭഗവതി നമോസ്തുതേ ജയ ഭദ്രവരായണി നമോസ്തുതേ. വലിയ ആഘോഷങ്ങൾക്കും ആർപ്പുവിളികൾക്കും ഒക്കെ ഒടുവിൽ തൊഴുതുപിടിച്ച കൈകളുമായി തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദേവിക്ക് മുന്നിൽ മംഗളഭൈരവിക്കോലം ആടുകയായി. ഒരു പടയണിക്കാലം ഇവിടെ അവസാനിക്കുന്നു. കണ്ടു നിൽക്കുന്ന ഭക്തരുടെ മനസ്സിൽ സന്തോഷവും കണ്ണിൽ ഉരുട്ട് കണ്ണുനീരും അവശേഷിപ്പിച്ച് മംഗളഭൈരവിക്കോലം കളമൊഴിയുകയാണ്. അടുത്ത വർഷത്തെ പടയണിയിൽ ഒത്തുചേരാമെന്ന ആഗ്രഹത്തോടെ അതിനുള്ള പ്രാർത്ഥനകളുമായി ഭക്തരും കാഴ്ചക്കാരും എല്ലാവരും കളമൊഴിയുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി.